ഇൻട്രോവേർട്സ് എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ തോന്നാറില്ലേ? അതുപോലെ ദുരൂഹമായ ഒരു ജീവിതത്തിനുടമയായിരുന്ന ഇൻട്രോവേർട്ട് ആയിരുന്നു തോമസ് തിയോഡോർ മെർലി. 1782 ഇംഗ്ലണ്ടിലെ ഹെല്ലിംഗ്ഷയറിലായിരുന്നു ഇയാൾ ജനിച്ചത്. ഇയാളുടെ മെയിൻ ഹോബി എന്താണെന്നാൽ മനുഷ്യരുടെ കണ്ണുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഹിഡൻ ഐലൻഡ്സിലും ഡാർക്ക് കോണ്ടിനെന്റ്സിലും ഒക്കെ ചെന്ന് അവിടുത്തെ റയർ സ്പീഷീസിന്റെ സ്പെസിമെൻ കളക്ട് ചെയ്യുക എന്നതാണ്. 1899 ഇയാൾ കളക്ട് ചെയ്ത കുറെ സ്കെലിറ്റൻസ് ഒക്കെ അമേരിക്കയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. കണ്ടവർ ഞെട്ടിപ്പോയി. കാരണം സാധാരണ ജീവികളുടേതായിരുന്നില്ല. മിത്തോളജികളിൽ മാത്രം കേട്ടിട്ടുള്ള വെയർവോൾസിന്റെ കുഞ്ഞുങ്ങൾ, വാമ്പയേഴ്സ്, ചിറകളിലെ ഫെയറികൾ, ഡ്രാഗൺസ്, യൂണിക്കോൺസ് ഇങ്ങനത്തെ ജീവികളുടെ സ്കെലിറ്റൻസ് ആയിരുന്നു അത്. 1782 ജനിച്ച ഇയാൾക്ക് 117 വയസ്സുണ്ടാവേണ്ടതാണ്. പക്ഷെ ഇയാൾ കണ്ടാൽ വെറും 40 വയസ്സ് മാത്രമേ തോന്നിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ഇയാളെ ആരും കണ്ടിട്ടില്ല. പിന്നീട് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് 1942 അന്നും ഇയാൾക്ക് വെറും 40 വയസ്സ് മാത്രമേ തോന്നിച്ചിരുന്നുള്ളൂ. സ്വന്തം ശേഖരം അടങ്ങിയ ബിൽഡിംഗ് ഒരു ഓർഫനേജിന് സമ്മാനിക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. ഇയാളുടെ ആയിരക്കണക്കിന് സ്പെസിമെൻസ് അടക്കുന്ന ശേഖരം മെർലിൻ ക്രിപ്റ്റോ മ്യൂസിയത്തിലേക്ക് മാറ്റി. അതുകൊണ്ട് ഇയാൾക്ക് പ്രായമാകുന്നില്ല. ഈ സ്പെസിമെൻസ് എല്ലാം ഇയാൾക്ക് ഇവിടെ നിന്ന്